प्लीज किसान को बचा लो सर, ये देश के लिए लड़ रहे हैं कबीर। ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഇന്ന് ഹൈദരാബാദിൽ തന്നെ ഉള്ളത്. ഹൈദരാബാദിലെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഈടുന്ന് തെറിക്കണം നമുക്ക് വേഗം. കാരണം എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിൻ്റെ ടൗണിനുള്ളിൽ കുറച്ച് റഷെല്ലാം അല്ലേ. അതുകൊണ്ട് നമ്മൾ ഏകദേശം കുറച്ച് ഹൈദരാബാദിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും ഒരു പാർക്കെല്ലാം കണ്ടിട്ടുണ്ട്, നാഷണൽ പാർക്കെല്ലാം. അതിൻ്റെ ഉള്ളിലേക്കെല്ലാം ഒന്ന് പോയിട്ട് വീഡിയോ എല്ലാം കാണാൻ പറ്റും, നല്ല കാഴ്ചകൾ കാണാൻ പറ്റും നോട്ട്. എന്നാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നേരെ വീഡിയോയിലേക്ക്. യെസ്, അനി വേറെ എന്തെങ്കിലും അവിടെ തന്നെ കണ്ട. പോകുന്ന വഴിയിലൊരു പള്ളി കണ്ടു, ഒരു നല്ലൊരു അടിപൊളി പൗരാണിക കാലത്തെ സെറ്റപ്പ്. പക്ഷെ ഇതിനുള്ളിൽ കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? അതെയാ, എന്നാ അങ്ങോട്ട് പോവാ. നിന്നാ കാലോക്കെ അയ്യോ അല്ലോ ആവൂല, മുട്ട ആവൂല. ചെരുപ്പാറിപ്പോ ചെരുപ്പ്. അത് സത്യത്തില് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ 2 ചെരുപ്പ് അടുത്തടുത്ത് വെക്കും ഡ്രൈവ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഇപ്പുറത്തായാലും. അങ്ങനെ ആവശ്യമുള്ള എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഷോപ്പിംഗ് മാളിലേക്കെല്ലാം കയറി പോകുമ്പോ ഷൂ എടുത്തിടും, അല്ലാത്ത സമയത്ത് ചെരുപ്പാ ഉപയോഗിക്കും. വെറുതെ നോക്കിയോ? അടുത്തതാ ഇതൊന്നും ആയോ? നീ ഇത് രാജാവിന്റെ കാലത്തിലെ തേരാണോ? ഇതെന്തെങ്കിലും നമുക്കൊന്ന് കല്യാണം ഇത് ഈടില്ലേ സംഭവം ഭയങ്കര കേട്ടാ. ഈ കല്യാണത്തിലൊക്കെ അല്ലേ പ്രത്യേകത 10 മണിക്ക് ഷോപ്പുകള് തുറക്കുണ്ടാവുള്ളേ. ഡെക്കാത്തോട് പോയി നോക്കുമ്പോ 11 മണിക്ക് ഓപ്പൺ. भाई ओपन है? ओपन है अभी नहीं, अभी वो आने के बाद। आने का कितना बजे ओपन करेगा? 10 बजे। ഇതിന്റെ കൽത്തൂണുകള് നോക്ക്. ഇതിന്റെ കൽത്തൂണുകള് പണ്ടത്തെ ആ മിശ്രിതം ഇല്ല എന്നാണ് ചേർത്തിട്ട് എനിക്കിപ്പോ ഓർമ്മ വരുന്നില്ല. കുമ്മായത്തിന്റെ നോക്കിയ നമ്മളെ വീട്ടിലും പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതന്നല്ലേ സിമെന്റിന് വേറെ ഒരു പൊടി എന്തായിരിക്കും നല്ല സ്ട്രോങ് സാധനം തോന്നുന്നു. സത്യത്തിൽ ഇതൊരു ഇപ്പോ ഒരു എനിക്ക് തോന്നുന്നൊരു പൈതൃകം ആക്കിയിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് അല്ലേ, ആരും അങ്ങനെ സംരക്ഷിക്കുന്നൊന്നില്ലാന്ന് തോന്നുന്നു. ആൾക്കാരങ്ങനെ ഇതാക്കണമെന്നില്ലാന്ന് തോന്നുന്നു അല്ലേ. അതെല്ലാം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫുൾ പേച്ച് വർക്കെല്ലാം ചെയ്ത് അല്ലേ. ശരി, ഇത് പൊട്ടിയിട്ടുണ്ടല്ലോ, ഫുള്ള് പൊട്ടി ആരും ഇതൊരു കെയർ ചെയ്യുന്നില്ല അവര്. പക്ഷെ അത് ഇത് അതെല്ലാം പോലെ നിലനിർത്തേണ്ട സാധനല്ലേ. അതെ അതെ, പഴക്കമുള്ള സംഭവം. അതെല്ലാം നോക്കാം. എന്ത് പറ്റി ഇത് മൈൻഡിയാത്തവര്? എന്ത് പറ്റിയെന്ന് അറിയില്ല. നമ്മൾ തന്നെ പുറകോടും വന്ന് ഇത് കാണുമ്പോ നമുക്ക് നല്ലൊരു കാഴ്ചയായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. ഇതിന്റെ പുറകുവശം ഒരു വിഷമം തോന്നുന്നല്ലേ, ശ്രദ്ധിക്കാതെ പോലെ. എന്തോ ഒരു കബർസ്ഥാനം. ഓ, ഇവിടെ ഫുൾ കബർസ്ഥാനാടാ. ഇവിടെ നോക്കട്ടെ, ഇവിടെ ഉണ്ട് ഒരു അടിച്ചേ. ഇവിടെ ഒരു കബർസ്ഥാനുണ്ട്. ഇത് കബർസ്ഥാനാണ്. അതുപോലെ ഇത് ചെറിയ കുഞ്ഞുങ്ങളെ കബർസ്ഥാന്. എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുമായിട്ട്
യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ടിപ്പു സുൽത്താൻ്റെ സ്ഥലത്ത് പോയാലോ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, ടിപ്പു സുൽത്താൻ്റെ തൊട്ടിപ്പുറം. അത് നമ്മൾ ആ പള്ളിയിലെ ഉസ്താദിന് അവിടെ നിൽക്കുന്ന ഉസ്താദിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ ഇതേപോലത്തെ ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞുങ്ങളെ അടക്കം. അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാരുമായിട്ട് അവർ യുദ്ധം ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ കൊന്നിട്ട് ഉള്ള അവരെ അടുത്ത ഇമാമോ അവരെ ഖബർസ്ഥാൻ എന്നാണ് പറഞ്ഞത്. അതേപോലെ എനിക്ക് തോന്നുന്നത് ഇതേപോലെ ഇവിടെയും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചുപോയ ആൾക്കാരാണെന്ന് തോന്നുന്നു. കാരണം കുറേ കുഞ്ഞുങ്ങളതും കുറേ ഖബർസ്ഥാൻ കാണുന്നത്, ചെറുതും വലുതും എല്ലാം ആയിട്ടുള്ളത്. അങ്ങനെയായിരിക്കും. കാരണം ഇത് വലിയ ഇവർ സംരക്ഷിച്ച് ഇതൊന്നും കാണുന്നില്ല. നമ്മളവിടുന്ന് ഏതായാലും ഇറങ്ങി അടുത്ത് നമ്മൾ നേരെ പോകുന്നത് പാർക്കിലേക്കാണ്. ഓക്കെ, നേരെ പാർക്കിലെ വിശേഷങ്ങളാണ്. എന്താണിത്? വണ്ടി ഇങ്ങനെയുണ്ട് കെട്ടി വലിച്ചോണ്ട് പോലെ. ये किसान उगाता है, ये किसान उगाता है। आज किसान ने मुझको झुका दिया। मैं एक बहुत बुरा आदमी हूँ, बहुत बुरा आदमी हूँ साहब, बहुत ही बुरा आदमी हूँ। मुझे किसान ने झुका दिया साहब। ഇത് ഒരു മീഡിയ എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു ഇവരെ നമ്മളോട് കർഷകരെ രക്ഷിക്കൂ എന്നല്ല പറയുന്നത്. ഇപ്പൊ ഡൽഹിയിൽ കർഷക സമരങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും വിചാരിക്കുന്നത്. किसान आज भी देश को बचा रहे सर, देश को बचा लो सर, प्लीज किसान को बचा लो सर। ये देश के लिए लड़ रहे हैं, कभी मिर्च चोर है सर। मेरा नहीं बचती सर, नहीं बचती सर, पीढ़ी आने वाली पीढ़ी नहीं बचती सर। सब बढ़ जाते सर, सब बढ़ जाते सर, सब बढ़ जाते सर। ഇവിടെ എന്തെല്ലോ ആരെല്ലോ എന്തെല്ലോ തിന്നാൻ കൊടുക്കുന്നുണ്ട് പ്രാവുകൾക്കും. അപ്പുറം പശുക്കൾക്ക് കുറേ ആൾ ഇവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച് തിന്നാൻ കൊടുക്കുന്നുണ്ട്. हाँ भाई साहब, ये क्या है? ये खरीद करेगा उसको देगा? और कोई आराधना है कोई? हाँ वही जो भगवान का भगवान का। हाँ, वो उधर भी सेम है? हाँ उधर भी मंदिर है, उधर भी सेम है। हाँ, ये कितना पैसा है? 10 रुपये। 10 रुपये? 10 रुपये चेंज देखेगा मेरे पास? हाँ मेरे को दिया। ये क्या है? ये क्या है? ये जवारी है। ജവാരി. हाँ हाँ, ये कबूतरा अच्छा खाते। കബൂത്തർ അച്ഛാ കാത്തറ. ഇത് പ്രാവ് നല്ലോണം കഴിക്കുന്നു പറയുന്നത്. ഇതൊരു ആരാധനയാണ്. അവിടെയും ഉണ്ട്. എല്ലാവരും വാങ്ങിച്ചിട്ട് പ്രാവുകൾക്കെല്ലാം കൊടുക്കും. ഞാനും കൊടുക്കുകയെന്ന് പ്രാവുകൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നത് നല്ലതല്ലേ, നമ്മുടെ വീട്ടിലല്ലേ. ഇനി എൻ്റെത് പോയിട്ട് കഴിക്കുമോ? ഇവിടെ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രാവുകൾക്ക്. ഞാനും ഇട്ട് കൊടുക്കുന്നത്. കഴിക്കൂ പ്രാവുകളെ, ഇങ്ങളെല്ലാം രക്ഷപ്പെട്ട ആൾക്കാർ. ഇതൊക്കെ ഭക്ഷണം തിന്നാൻ ബാക്കിയായി കിടക്കുന്നത്. ഓ എല്ലാവരും കൊടുക്കുന്ന നോക്കുതാ. ഓ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് പ്രാവുകൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഞാൻ എന്തായാലും. ഓ ഏതായാലും ഇട്ടുകൊടുത്ത് പാത്രം അയാൾക്ക് തിരിച്ചു കൊടുക്കണം. हाँ आपका डब्बा। हाँ ओके। हाँ नहीं तो मैं उधर जाके आएगा कौन में। हाँ 10 रुपया. അവിടെ ഇതുണ്ട്, അതേപോലെ പുല്ലും കൊടുക്കാനുണ്ട്. നമുക്ക് അതും കൂടി കൊടുത്തു നോക്കാം. അവിടെ പോയിട്ട് പുല്ല് വാങ്ങിച്ചിട്ട് ഏതെയോ 10 रुपया ना. हाँ ഞാൻ 10 रुपया കൊടുത്ത് പുല്ല് വാങ്ങിച്ചു. ഞാൻ പശുക്ക് കൊടുക്കാൻ പോയെന്ന്.
ഇവിടുത്തെ പശുവിന് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടുള്ള പശുവിന് കൊടുക്കട്ടെ. ഇഷ്ടംപോലെ പശുവുണ്ട്. ഫുള്ള് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊടുക്കട്ടെ പശുവിന് പുല്ല്. ആ പുല്ലിട്ടാത്ത പശുവുണ്ടേ. കഴിക്കൂ കഴിക്കൂ കഴിച്ചോളൂ. നിങ്ങളെല്ലാം ഭാഗ്യമുള്ള പശുക്കളാണ്. അയ്യേ പുല്ലിനെ കെട്ടുപൊട്ടിച്ച് ഇതാ ഒരു കുഞ്ഞിമ്മ ഇവിടെയുണ്ട്. കുഞ്ഞിമ്മ കൊടുക്കട്ടെ. അങ്ങനെ ഞാൻ പോയെന്ന് ഏതായാലും തിരിച്ചിട്ട്. കാരണം വണ്ടി റോഡ് സൈഡിൽ തന്നെ വെച്ചിന്. പോലീസുകാർ തൊട്ടപ്പുറമുണ്ട്. ഫൈന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഏതായാലും തിരിച്ചിട്ട് പോയെന്ന്. ഇവിടെ വേറെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ശല്യപ്പെടുത്തുന്നു. പൈസ കൊടുത്ത് പിടിഞ്ഞു പോയി. നമ്മളേതായാലും എവിടത്തേക്കാണ് പാർക്കിലേക്ക് പോകാൻ ഉദ്ദേശിച്ചതിന്. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന കാഴ്ചകളായതല്ലോ നമ്മൾ പോയേനെ. വിജു പോവാ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആരാധനയാണേ അവരുടേതായിട്ടുള്ള. കാരണം ആടുന്ന് രണ്ടിനും 10 റുപ്യ. ആ ഡബ്ബ സാധനത്തിന് ആടെ പുല്ല് 10 റുപ്യക്ക് പുല്ല് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുകൊടുക്കുക. പശുക്കൾ തിന്നു. അവരെല്ലാം ഭാഗ്യപ്പെട്ട പശുക്കളും പ്രാവുകളെല്ലാം. ഓക്കെ, എന്നാ നമ്മൾ നേരെ പാർക്കിലേക്ക് വിടുന്നു. ഇതൊക്കെ മാസ്ക് അപ്പൊ നമ്മള് നെഹ്റു സുവാലജിക്കൽ പാർക്കിന് മുന്നിലെത്തിയിട്ടുണ്ട്. ഗേറ്റെല്ലാം കാണുമ്പോൾ അടിപൊളിയാണ്. ഇനി ഉള്ളിലെന്ത് ഉള്ളതെന്നുള്ളത് ഉള്ളിൽ പോയാൽ മനസ്സിലാവും. സിംഗം ഹൈദരാബാദ് സിംഗത്തിന്റെ ഫോട്ടോകളാണ്. സിംഗം എവിടെയുണ്ട്? അങ്ങനെ നമ്മൾ ചെക്കിംഗ് ഒക്കെ ഉണ്ടല്ലേ? കൊറോണ ചെക്ക് ആദ്യമായിട്ട് ഇപ്പൊ കാണുന്നല്ലേ നമ്മള്? നമ്മളെ ഹീറ്റ് ചെക്ക് ചെയ്തു. ഇവിടെ മുകളിൽ തണുപ്പാണ്. ഹീറ്റ് ഇനി ഹീറ്റ് ഉള്ള ആൾ ചെക്ക് ചെയ്താലും വലിയ ഹീറ്റൊന്നും കാണിക്കൂല. ശരി. ടിക്കറ്റ് നോക്കണം. ടിക്കറ്റ് എത്ര പൈസ നോക്കണം. പണ്ട് കൊറോണ സമയത്ത് അന്നേരം ഉണ്ടായിരുന്നു അല്ലേ? അന്നേരം ഓപ്പൺ ഉണ്ടായിരുന്നു. ഓപ്പൺ ഉണ്ടായി അല്ലേ? നമ്മൾ കൗണ്ടർ 1 ടിക്കറ്റ് എടുക്കുന്നു. ഒരു ടിക്കറ്റ് എടുക്കാം. ഭയങ്കര ചെക്കിംഗ് അല്ലേ? നെഹ്റു പാർക്കിൻ്റെ ഉള്ളിലെ മാപ്പാ ഇത്. സിങ്കുണ്ട്, നല്ല കരടി, പന്നികള്, ഹിപ്പോപ്പൊട്ടാമസ്, മാന്, എല്ലാ ഐറ്റംസും കാണുന്നുണ്ട്. ഇതെല്ലാം കാണാൻ പറ്റിയിട്ടുള്ളതെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. കടുവയുണ്ട്, പക്ഷെ അതിനെ കാണാണ്ടാവുന്ന ഒരു ഇത്. കടുവ 2 സിംഗം ഒന്നിച്ച പ്രശ്നം ഉണ്ടാവില്ല. എല്ലാം ഭക്ഷണമൊന്നും കിട്ടായിട്ട് ഉടല് കൊട്ടിയ സിംഹം കടുകയാന്നറിയില്ല. അയ്യോ, വീടെല്ലാം ഭയങ്കര അത് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോവാ. നല്ല തണുപ്പല്ലേ? നല്ല ക്ലൈമറ്റും നല്ല ക്ലൈമറ്റ്. എന്തായാലും ട്രെയിന് പൊളിയാണ് കേട്ടാ. ട്രെയിൻ അടിപൊളിയാണ് കേട്ടാ സത്യത്തില്. ട്രെയിൻ പൊളി. ഓ, മുമ്പിൽ ഇതിന്റെ ഇതാണ് കേട്ടാ, ഫോട്ടോയിലുണ്ട് ട്രെയിനിന്റെ. വണ്ടിയിൽ കയറി പോയി കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ടി വരും. അതുകൊണ്ട് നമുക്ക് നടക്കാം. ബിജു, വണ്ടി കയറി പോകുന്ന നടക്കാൻ തയ്യാറല്ലേ? വണ്ടി കയറിയെന്ന് വെച്ചാൽ ഒരുപാട് കാഴ്ച ഇവിടെ വണ്ടികൾ വെച്ചിട്ടുണ്ട്. എനിക്ക് വന്ന് വണ്ടി പോകുന്നതായിരിക്കും ബെറ്റർ. ഈ വണ്ടി കാണാൻ പറ്റും. വണ്ടി പോയി കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു റൂട്ടെല്ലാം ഉണ്ട്. അത് അവരങ്ങനെ പോകുന്നേ ഉള്ളൂ. അല്ലാണ്ട് നടന്നാൽ കാണാൻ പറ്റുമോ?
നടന്നാലേ കാണാൻ പറ്റാം. ആരും വണ്ടി കയറുന്നൊന്നുമില്ല. എല്ലാം ആമ. ഇതെന്താ വലിയ ആമയാന്നല്ല? കടലാമയാ? കടലാമയാ? പാവം ആകെ ഒന്നേ ഉള്ളൂ. എത്ര വർഷം പഴക്കുണ്ടാവുന്ന എനിക്കിനി. അതാടാ അവിടെ അതാടാ ഒന്ന്. മരപ്പെട്ടി മെരു എന്നെല്ലാം പറഞ്ഞ സാധനം ഇതിപ്പിന്നെ അങ്ങനെ അല്ല. തെറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കയറി കമന്റ് ബോക്സിൽ കയറി പൊങ്കാല നിറത് നമുക്ക് അറിയുന്ന പറയുന്നത്. എൻ്റെ മരപ്പെട്ടി മെരു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതിന് കറക്റ്റായിട്ട് പറയുന്ന പേരുണ്ടോന്ന് അറിയില്ല. ഇവിടെ എന്നാന്നുള്ളത് മയില്, കുയില്, കോഴി എന്തെല്ലാം ഉണ്ടല്ലോ. കോഴീൻ്റെ ഹോട്ടൽ ഉണ്ടല്ലോടാ. കോഴിയടാ. ഇതാണ് മോനെ കോഴി. എന്തോ ചെയ്ത് എന്താ പറയാ, ഒന്നും പറയാൻ പറ്റില്ല. ഇതാ വേറൊരു കോഴി. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഉണ്ടല്ലേ. ഇത് നമ്മൾ പടക്കോഴിടാ. പൂവൻ കോഴി. പക്ഷെ ഇത് ചെറിയ എന്തോ പൂവൻ കോഴി. കോഴിയൊന്നും മൈൻഡ് ആക്കുന്നില്ല. നമ്മൾ പൈസ കൊടുത്ത് കയറിയതാന്ന് അവര് അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അവർക്ക് അറിയുന്നില്ലല്ലോ. ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഡമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അവര്. വാ സത്യത്തില് അതാടാ ചേടാ. ഇത് എന്താ സാർ? ഇതാ അതിന്റെ ഇതുണ്ടാക്കി വെച്ചിട്ട് ഡമ്മി. ദിനോസർ. ഓ ശരിയാ. കാണുമ്പോ ഉള്ള പോലെ തന്നെ ഉണ്ടല്ലേ കാട്ടിനുള്ളില്. അതാ ആടെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാ അല്ല ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാ ഒരു ഉപകാരമുണ്ട്. ഫുഡ് കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. പിന്നെ വേറെ പ്രശ്നമുണ്ട്. ഇത് നമ്മൾ അക്രമിക്കുകയും ചെയ്യില്ല. അത് ശരിയാ. അങ്ങനെ ഗുണം കൂടിയുണ്ട്. ഇത്തിരി ടൈപ്സുകളാണ് ഉള്ളത്. കണക്ക് കാടിന്റെ ഉള്ളിൽ തന്നെ അവർ ഉണ്ടാക്കി വെച്ചേ. ഇവിടെ ഇങ്ങോട്ട് പോവാന്നുള്ള ഇത് കൊടുത്തിട്ടില്ല അല്ലേ? എങ്ങോട്ടാ പോണ്ടേ തിരിയുന്നില്ലല്ലേ ബിജു? എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേക ഒരു സംഭവം. എനിക്കൊരു കാട്ടിനുള്ളിൽ നടക്കുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ. പിന്നെ അവർ പാർക്കിങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ കാട്ടിലോട്ട് നടക്കുന്ന ഫീലിംഗ് അല്ലേ എല്ലായിടത്തും കിട്ടുക. പിന്നെ നാട്ടിലോട്ട് നടക്കുന്ന ഫീലിംഗ് കിട്ടും എനിക്ക്. എന്താന്ന് പറയുന്നത് ഇതാ ഇവിടെ ഇരിക്കാൻ സ്ഥലമാക്കി വെച്ചിട്ട് അതാ ഇപ്പൊ ക്യാമറ ഓണിലുള്ള. ആ ക്യാമറ ഓണിലൊന്നല്ല. നീ പറഞ്ഞോ? ക്യാമറ ഓണിലില്ല. പറഞ്ഞോ? ഇതാ മോനെ ആമക്കൂട്ടങ്ങൾ ഇങ്ങനെ കരക്ക് നിന്നിട്ട് ഇത് കൊള്ളും. അതിന്റെ ഉള്ളിലേക്ക് മരം വെച്ചെടുത്തിനാ. ആ ശരിയാ. ഹോളിലേക്ക് ഇങ്ങനെ അതിപ്പോ അസംബ്ലിയാന്ന്. അവരിപ്പോ ആടുന്നത് ആ മരത്തിന്റെ മുകളിൽ കാണുന്നില്ലേ? അത് ലീഡർ ഇങ്ങനെ എന്തോ അവര് പ്രതിജ്ഞ, ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ്. അത് അവരോട് കണ്ട എല്ലാരും തല ഉയർത്തിയിട്ട് കാരണം ഒരനക്കോ ഇല്ല ഒരാള്. ഇതാണ് മുതലക്കുളം. മുതലക്കുളത്തില് മുതലകളെ കാണുന്നില്ല. മുതല അടിയിൽ പോയിട്ടുണ്ട് തോന്നല്ലേ? മുതലാ ഇന്ന് ലീവാണ്. അടിപൊളി കൊച്ചെല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. അടച്ച കൊച്ചെല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. നല്ല പച്ചപ്പുള്ള സ്ഥലം. നാഷണൽ പാർക്കിന്റെ ഒരു സൈഡിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു കാഴ്ചയായിരുന്നു. മുതലക്കുളമായിരുന്നു. നല്ല സ്ഥലം. ഇത് മുതലക്കുളമാണ്. ഇതിനകത്ത് മുതലില്ലെന്നാ പറയുന്നത്. അതിലിപ്പോൾ എവിടെയും കയറി കിടന്നിട്ടുണ്ടാവും. അത് കാണുന്നില്ല സംഭവം. ഇതെന്നാ ബിജു? കാട്ടുപോത്താ? കാട്ടുപോത്താ? തല നോക്ക് ഇവിടെ എത്തുന്നത്. തല എവിടെയുള്ള തല എവിടെ എത്തി നോക്കിട്ടെ. ഓ അതെ അതെ. ഏഴാമ്പലിന്റെ മുന്തിയ ടൈപ്പാ. അതിന്റെ അപ്പുറം കണ്ട ഒരു കോഴീനെ പോലത്തെ സാധനം കാണുന്നുണ്ടോ? അവിടെ ഉണ്ടല്ലേ. നല്ല രസമുണ്ടല്ലോ ഈ പാർക്ക്. സാധാരണ മാൻ, പേടമാൻ കീടാവും. നമുക്ക് പാല് കുടിക്കുന്ന അതിന്റെ അമ്മച്ചാന്ന് തോന്നുന്നു. അല്ല അതിന്റെ സംഭവം കൊമ്പ് കണ്ടേ.
ഈ മാനുകൾ സത്യത്തില് ആടിന്റെ അതേ കളിയല്ലേ. പക്ഷെ കൊമ്പ് ആമോനെ സാധനം. കൊമ്പ് കണ്ടാ, ഇത് 1.5 കൊമ്പ് കേട്ടാ. വീട് നല്ല അനങ്ങുന്ന സൗണ്ട് കേട്ടാ നീ. ആ നമ്മളെ കണ്ടിട്ടാ തോന്നുന്നു, ഒന്നും തിന്നാൻ കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. എടുക്കുന്നുണ്ട്, ഒരാൾ അനങ്ങി പോകുന്നുണ്ട്. ഇത് വേറെ ടൈപ്പാ അല്ലേ? പച്ചരി മീനെ പിടിച്ച് മിക്കവാറും ഇപ്പൊ മുതലം പിടിക്കും കൊച്ചനാ. റെഡിയാന്നല്ലേ ആ റെഡിയാന്നല്ല പറഞ്ഞു. മുതലക്ക് കൊച്ചനെ കിട്ടോ, കൊച്ചക്ക് മീനെ കിട്ടോ അല്ലേ? രണ്ടിലൊന്നും ഇപ്പൊ നടക്കൂ. നല്ല ടീമായി വന്ന്, നല്ലൊരു എന്താ പറയാ, ഇതിൻ്റെ ഉള്ളിൽ എന്തോ പരിപാടി ഉണ്ട് കേട്ടാ. कुछ नहीं है कुछ नहीं देखते पूरा अंदर है. എല്ലാം പോയി കടന്നുറങ്ങിയിട്ടുണ്ടോ വിളി? ഒരു സ്ഥലത്തൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാലേ എന്തെങ്കിലും കാണാൻ പറ്റും തോന്നുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് അല്ലേ, ശരിക്കും ടയർഡായി. നടന്ന് ടയർഡായാ? നല്ല ദൂരമായിട്ട് വലിയ ഒരു ഇതൊന്നും കണ്ടിട്ടില്ല അല്ലേ? പാർക്ക് എന്ന് പറഞ്ഞാൽ നീയല്ലേ ആദ്യമേ പറഞ്ഞേ? അല്ല പാർക്കിന്റെ ഉള്ളിൽ തന്നെ, പക്ഷേങ്കില് നീ പറഞ്ഞു പാർക്ക് പറഞ്ഞാൽ നടക്കേണ്ടി വരുന്നു. അല്ല നടക്കേണ്ടി വരും. നടന്നു കഴിഞ്ഞാൽ കാണേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ നടന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. വിജു ട്രെയിനിന് കൈ നീട്ടീന്. അങ്ങനെ നമ്മള് പാർക്കിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ? പുറത്തിറങ്ങി കുറെ നടന്നല്ലേ വിജു? നടന്നു. ഞാൻ എടുക്കാൻ പറ്റുന്ന എടുക്കുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. പാർക്കിൻ്റെ ഉള്ളിൽ 2 സൗകര്യമുണ്ട്. ഒന്ന് ചെറിയ വണ്ടിയുണ്ട് ഇലക്ട്രിക്കിൻ്റെ, പിന്നെ വേറെ ഒന്ന് ട്രെയിനും ഉണ്ട്. നമ്മൾ 2 യൂസ് ചെയ്തിട്ടില്ല അല്ലേ? നടന്നു, നടക്കാൻ തീരുമാനിച്ചു. 10 കിലോമീറ്റർ നടന്നു. അതിലൂട്ടാണ് നടന്നു. ഇനി നമ്മൾ പാർക്കിനുള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല അടുത്ത ലൊക്കേഷൻ നോക്കുന്നു, പോകുന്നു, അവിടത്തേക്ക് പോകുന്നു. അതിലിടക്ക് ഫുഡ് നാസ്ത കഴിച്ചില്ല. നമ്മളിത് ഓപ്പൺ ആക്കിയ പാട് വന്നിന്, അതുകൊണ്ട് തിരക്കുണ്ടായില്ല. ഇപ്പൊ നോക്കി ഭയങ്കര ആൾക്കാർ. നമ്മളേതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആൾക്കാത് പറയുമോ? ഭയങ്കര ചിരി വരുന്നോട്ടെ. മുത്തുമണിയല്ലേ? അന്നേരം അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.